എരിയും മെഴുതിരി പോലൻ ഹൃദയം ഉരുകും നേരം, എരിയും മെഴുതിരി പോലൻ ഹൃദയം ഉരുകും നേരം, അരികിൽ വരേണേ സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. എരിയും മെഴുതിരി പോലൻ ഹൃദയം ഉരുകും നേരം, മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥ, മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥ, അരികിൽ വരേണേ സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. എരിയും മെഴുതിരി പോലൻ ഹൃദയം ഉരുകും നേരം. കാടും മലയും മഴയും പുഴയുമൊക്കെ കൈവിട്ടു പോകുമ്പോൾ, വീടുപോലും വാസയോഗ്യമല്ലാതാവുമ്പോൾ പരിസ്ഥിതി സംബന്ധമായ പഠനങ്ങൾക്ക് പ്രസക്തി വർദ്ധിക്കുന്നു. പരിസ്ഥിതി സംബന്ധമായ പഠനങ്ങൾക്കും രചനകൾക്കും അതീവ ശ്രദ്ധ പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ മാത്യു കോശി. അദ്ദേഹം ഇപ്പോൾ മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ് പ്രിൻസിപ്പലാണ്. ബഹുമാനപ്പെട്ട മാത്യു കോശി സാറിനെ വിഷയാവതരണത്തിനായി ക്ഷണിക്കുന്നു. ബാബ തിരുമേനി, അഭിമന്യ തിരുമേനിമാരെ, സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ബഹുമാനീയരായ വൈദികരെ, പ്രിയ സ്നേഹിതരെ, പരിസ്ഥിതി ദൈവശാസ്ത്രം പഠിക്കുവാനും കേരളത്തിലെ സഭകളിൽ പാരിസ്ഥിതിക കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കുവാനും എന്നെ പ്രോത്സാഹിപ്പിച്ചത് KM ജോർജ് അച്ഛനാണ്. അച്ഛനെ എപ്പോൾ ഫോണിൽ വിളിച്ചാലും തിരക്കിനിടയിലും മനസ്സിൽ വേദനകൾ ഉള്ളപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗോഡ് ഈസ് ഗ്രീൻ എന്ന പുസ്തകം ഞാൻ ഇറക്കുമ്പോൾ ആ പേരിനെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. അച്ഛൻ ഓക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ പേര് കൊടുത്തത്. വിദേശത്തു നിന്നും ഇപ്പോഴും അന്വേഷണങ്ങൾ വരുന്ന ഈ പുസ്തകം പൂർണ്ണമായും വിറ്റുപോവുകയുണ്ടായി. പരിസ്ഥിതി ദൈവശാസ്ത്രത്തെ പരിചയപ്പെടുത്തുവാൻ 90കൾ മുതൽ എന്നോടൊപ്പം നിന്ന വ്യക്തിയാണ് ഇപ്പോൾ മെത്രാച്ചനായ മർക്കൂസ് ജോസഫ് അച്ഛൻ. കേരളത്തിലെവിടെയും പരിപാടികൾ ക്രമീകരിച്ചിട്ട് അച്ഛനെ വിളിച്ചാലുടൻ അച്ഛൻ ഓടിയെത്തുമായിരുന്നു. തിരുമേനിയുടെ സാന്നിധ്യം കേരളത്തിൽ ഇല്ലാതെ പോയത് കേരളത്തിലെ സഭകൾക്ക് തന്നെ നഷ്ടമായി പോയിരിക്കുകയാണ്. ഓർത്തഡോക്സ് സഭ ഇന്ന് ആരംഭിക്കുന്ന പരിസ്ഥിതി കമ്മീഷന് CSI സിനഡിൻ്റെ പരിസ്ഥിതി വിഭാഗം കൺവീനർ എന്ന നിലയിൽ ആരംഭിക്കുകയുണ്ടായി. 2000 ഈ കമ്മീഷനുമായി ബന്ധപ്പെടുവാനിടയായപ്പോഴാണ് എനിക്ക് പാരിസ്ഥിതിക വിഷയങ്ങളിൽ കുറച്ച് ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനിടയായത്. ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്കൂളുകളിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ചില അവസരങ്ങളിൽ വിദ്യാർത്ഥികളോട് ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ആയിത്തീരുവാൻ കൺസ്യൂമർ കോർട്ടിൽ പോകുന്നു പേടിക്കുകയും വേണ്ട എന്ന് പറയും. അപ്പോൾ നമുക്ക് മൃഗങ്ങളെക്കുറിച്ചുള്ള കൺസേൺ എന്ന് പറഞ്ഞ ഇതാണ്, എന്ത് കൊടുത്തു ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഉള്ള ധാരണയാണ്. ഇന്ന് അനവധി പരിസ്ഥിതി സംഘടനകൾ ഭാരതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ക്രൈസ്തവ സഭകൾ എന്തിനാണ് പരിസ്ഥിതി മേഖലയിലേക്ക് പ്രവേശിക്കുന്നത്? സാമൂഹ്യ സേവനമെന്ന രീതിയിൽ കണ്ട് പരിസ്ഥിതി പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും സഹായിച്ചാൽ പോരെ? ക്രൈസ്തവ സഭകൾ പരിസ്ഥിതി സംരക്ഷിക്കുമെന്ന് പറയുന്നത് അത് പഠിപ്പിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ രക്ഷയെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ രക്ഷണീയ പ്രവർത്തനത്തിൽ സകല ജീവജാലകങ്ങളും ഉൾപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ നോഹ പെട്ടകത്തിൽ പ്രവേശിപ്പിച്ചത് മനുഷ്യനെ മാത്രമായിരുന്നില്ല, എല്ലാ ജീവജാലകങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഈരണ്ടിനെ പ്രവേശിപ്പിച്ചുവെന്നാണ് നാം വായിക്കുന്നത്. നോഹയെ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തനമെന്നോ ജൈവ വൈവിധ്യ സംരക്ഷണമെന്നോ പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് സ്വപ്നം കാണുന്നതായിട്ട് വിവരിക്കുന്നു. ദൈവം സൃഷ്ടിച്ചതെല്ലാം വിശുദ്ധമെന്ന് വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ അശുദ്ധമെന്ന് കരുതേണ്ടതായ യാതൊരു ജീവജാലകങ്ങളുമില്ല.
ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ ദൈവം സൃഷ്ടിയെല്ലാം കഴിഞ്ഞ് താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടുവെന്നാണ് നാം വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം ജൈവ വൈവിധ്യത്തിന് പ്രാധാന്യം നൽകുന്നു. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം മനുഷ്യനോട് മാത്രമല്ല ഉടമ്പടി ചെയ്യുന്നത്, പിന്നെയോ സകല ജീവജാലങ്ങളോടുമാണ്. മനുഷ്യനും സകല ജീവജാലങ്ങളും ശ്വസിക്കുന്നത് ഒരേ വായു തന്നെ ആയതിനാൽ നാം അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 19, 22-ാം അധ്യായം 6 ചെടികളും വൃക്ഷങ്ങളും പക്ഷികളും നമ്മുടെ കരുതൽ ആഗ്രഹിക്കുന്നു എന്നതിനാൽ അവയ്ക്ക് നാശമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ പിന്തിരിയണമെന്ന ആഹ്വാനമാണ് നൽകുന്നത്. ഭൂമിയെ തന്നെ ജീവനുള്ള വസ്തുവായി കരുതണമെന്നുള്ളതാണ് ആധുനിക ചിന്ത. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ടോട്ടൽ റിഡംഷൻ ഓഫ് ദ യൂണിവേഴ്സാണ്. അത് ശക്തീകരണം കൊടുക്കണമെന്നാണ് പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ ആവശ്യപ്പെടുന്നത്. രണ്ടാമതായി, ദൈവം പാഴായി ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ തേക്ക് മരങ്ങൾ നടുന്നതിനെക്കുറിച്ചും മഹാഗണികൾ നടുന്നതിനെക്കുറിച്ചും മാത്രമാണ് പറയാറ്. ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ എല്ലാ മരങ്ങളും പ്രാധാന്യം അറിയിക്കുന്നതാണ്. ദൈവം എല്ലാ മരങ്ങളെയും എല്ലാ ചെടികളെയും എല്ലാ ജീവജാലങ്ങളെയും ഈ ലോകത്തിൽ സൃഷ്ടിച്ചത് പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. പ്രപഞ്ചത്തിലുള്ള ഓരോ സൃഷ്ടിയും ദൈവത്തിൻ്റെ പ്രത്യേക കാര്യപരിപാടിയിൽ ഉൾപ്പെടുന്നതാണ്. മനുഷ്യൻ മാത്രമല്ല ദൈവത്തെ ആരാധിക്കുന്നത്, പ്രപഞ്ചത്തിലുള്ള സകലതും സൃഷ്ടാവിനെ ആരാധിക്കുന്നു. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ദൈവവചനത്തിൽ കൂടിയും സൃഷ്ടിയിലെ അത്ഭുതങ്ങൾ കൂടിയുമാണ്. ഇയ്യോബിന് മാനസാന്തരപ്പെടുവാനുള്ള ആഹ്വാനം ലഭിക്കുന്നത് ദൈവിക സൃഷ്ടിയുടെ ജൈവ വൈവിധ്യം മനസ്സിലാക്കുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാൻ പറയുന്നത്. മൃഗങ്ങളോട് ചോദിക്കുക, അവ നിന്നെ പഠിപ്പിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, അവ നിനക്ക് പറഞ്ഞു തരും. അല്ല, ഭൂമിയോട് സംസാരിക്കുക, അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യങ്ങൾ നിന്നോട് വിവരിക്കും. കുറേക്കൂടി വ്യക്തമായി പറഞ്ഞാൽ സദൃശവാക്യങ്ങൾ കാണുന്നു. ഭൂമിയിൽ വളരെ ചെറിയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളതായി 4 ഉണ്ട്. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു.